السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പ്രൊഫൈസിൻ്റെ 4.0 ഇവിടെ ആരംഭം കുറിക്കുകയാണ്. നമുക്കറിയാം, പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ കുടുംബസംഗമമാണ് ഇന്നും നാളെയുമായി ഇവിടെ നടക്കാനിരിക്കുന്നത്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും അതിനെന്താണ് പരിഹാരമെന്ന് പ്രമാണബദ്ധമായി വിശദീകരിക്കുകയും ചെയ്യുന്ന ക്യാമ്പാണ് ഇന്നും നാളെയും ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രത്യേകിച്ചും യുവാക്കളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുകയാണ് വിസ്ഡം നോട്ട് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഗൗരവതരമായി നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. മരണത്തിന് ശേഷം ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ ജീവിക്കരുതെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധമായ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച ഏകനായ സർവാധിനാഥനായ റബ്ബ് പഠിപ്പിക്കുന്നുണ്ട്. ആ റബ്ബിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ പ്രവാചക വചനങ്ങളും പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും നമ്മൾ നെഞ്ചിലേറ്റിയാൽ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, ജീവിതത്തിൽ എവിടെയാണോ അസ്വസ്ഥതകൾ നമ്മൾ അനുഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന്, തിരുസുന്നത്തിൽ നിന്ന്, യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകന്നു എന്നതാണ് ആ അസ്വസ്ഥതകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അതുകൊണ്ട് മതം പഠിക്കാനും മതം അറിയാനും നമ്മൾ സമയം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ദീന് പഠിക്കുന്നതിൽ നിന്ന്, മതം പഠിക്കുന്നതിൽ നിന്ന്, നന്മകൾ ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് മടി എന്ന് പറയുന്നത്. ഒരു നല്ല ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കും. നമ്മുടെ കുടുംബത്തിലൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മരണത്തോടനുബന്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. പഠിക്കണമെന്നും ഇബാദത്തുകളിൽ കണിശത വേണമെന്നും ഒക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. ഈ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്ന തടസ്സമെന്ന് പറയുന്നത് മടിയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ, ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും ഫിറൗനിൻ്റെ കൊട്ടാരത്തിലേക്ക് ദഅവത്തിന് വേണ്ടി നിയോഗിക്കുന്ന സന്ദർഭം വിശദീകരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. ഇദ്ഹബ് അൻത വ അഖൂക, താങ്കളും താങ്കളുടെ സഹോദരനും എൻ്റെ ദൃഷ്ടാന്തങ്ങളുമായി ഫിറഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുക. അവിടെ പ്രയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു വാചകം
വലാ തനിയാ ഫീ ദിക്രി, എന്നെ ഓർക്കുന്നതിൽ നിങ്ങൾ അമാന്തം കാണിക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്ന ഉപദേശമാണ്. ഈ ഉപദേശത്തെ വിശദീകരിക്കുന്ന മുഫസ്സിരിങ്ങൾ പറയുന്നത്, എന്നെ ഓർക്കുന്നതിൽ നിങ്ങൾ മടി കാണിക്കരുത്, അമാന്തം കാണിക്കരുത് എന്നാണ്. അപ്പം നന്മകൾ പഠിക്കുന്നതിൽ നിന്ന്, നന്മകൾ അറിയുന്നതിൽ നിന്ന് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് മടിയാണ്. ആ മടി മാറ്റിവെച്ചുകൊണ്ട് എന്താണ് മതമെന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട മതപരമായ പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നും അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിനുള്ളൊരവസരമാണ് വിസ്ഡം യൂത്ത് നമ്മുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകണം. കാരണം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നത്, നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ മാനദണ്ഡമാക്കിക്കൊണ്ടാണ്. നമ്മുടെ കുടുംബമെന്ന് പറയുന്നത്, നമ്മുടെ മക്കളെന്ന് പറയുന്നത്, നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത്, നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ ഖബറ് വരെ മാത്രമേ ഉള്ളൂ. ഖബറ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കാണ്. അവിടെ മലക്കുകൾ വന്ന് നമ്മളോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. മൻ റബ്ബുക്ക എന്നാണ് ചോദിക്കുന്നത്, മൻ നബിയുക്ക എന്നാണ് ചോദിക്കുന്നത്, മാ ദീനുക്ക എന്നാണ് ചോദിക്കുന്നത്. 50 കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് റബ്ബാരാണെന്ന് പറയാനുള്ള മറുപടി നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഈ ജീവിതം കൊണ്ട് നമ്മൾ എന്താണ്? ഈ ജീവിതത്തിൽ ആവശ്യമായ സകലതും പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. കാണാനുള്ള കണ്ണ് നൽകി, കേൾക്കാനുള്ള ചെവി നൽകി, ചിന്തിക്കാനുള്ള ഹൃദയം നൽകി, എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഒരു ഖുത്ബയിലേക്ക് ഞാൻ പള്ളിയിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് സഹോദരിക്ക്? അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ക്യാൻസർ ബാധിച്ചിട്ട് കീമോ കൊടുത്തപ്പോൾ അവരുടെ അന്നനാളം ചുരുങ്ങിപ്പോയി. 1 ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞി അവരുടെ വയറിലേക്ക് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ ടൈമാണ്. എത്ര മനോഹരമാണ് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ശരീരത്തിൽ പടച്ചോൻ വെച്ച സംവിധാനങ്ങൾ. ഇതൊക്കെ റബ്ബ് എന്തിനാ തന്നത്? അത് ഖുർആൻ പറയുന്നുണ്ട്, വജഅല ലക്കും സംഅക്കും, നിങ്ങൾക്ക് കണ്ണ് നൽകി, കാത് നൽകി. ഇതൊക്കെ തന്നത് ലഅല്ലക്കും തഷ്കുറുൻ, അള്ളാഹുവിനെ നന്ദി കാണിക്കാനാണ്. അപ്പം റബ്ബിൻ്റെ മുമ്പിൽ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അപ്പം സൽക്കർമ്മങ്ങൾ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ദീന് പഠിക്കേണ്ടതുണ്ട്, ദീന് അറിയേണ്ടതുണ്ട്. നാളെ പരലോകത്ത് നരകത്തിൽ വേദനിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നരകത്തിൻ്റെ തീനാളങ്ങൾ വന്ന് മനുഷ്യൻ്റെ ശരീരത്തെ കാർന്ന് തിന്നുമ്പോൾ മനുഷ്യർ പറയുന്നുണ്ട്, വഹുമിസ്തറഹൂന ഫീഹ, നരകത്തിൽ വെച്ച് അവരട്ടഹസിച്ചു കൊണ്ട് പറയും, റബ്ബന അഖ്രിജ്ന, അള്ളാഹുവേ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരുമോ, നഅമൽ സ്വാലിഹ, ഞങ്ങൾ നല്ലത് ചെയ്യാം. വഇദാ ജാഅത്തി താമ്മത്തിൽ കുബ്ര, പരലോകത്തിന്റെ ഭീകരമായ അവസ്ഥയെ വിശേഷിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്. ആ ഭീകരമായ അവസ്ഥ വന്നു കഴിഞ്ഞാൽ യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, ഓരോ മനുഷ്യനും ആലോചിക്കുന്നത് അവനവൻ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ചാണ്. അപ്പം നാളെ പരലോകത്ത് കർമ്മങ്ങൾ മാത്രമേ നമുക്ക് കൂട്ടിനുണ്ടാവുകയുള്ളൂ. അതുണ്ടാകണമെങ്കിൽ കർമ്മങ്ങൾ ഏതാണ്, ഏത് കർമ്മങ്ങളാണ് റബ്ബ് സ്വീകരിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു വിഷയത്തെ നോക്കിക്കാണണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്.